അടുത്തതായി നമുക്ക് സുക്കൂനുള്ള മീമിന്റെ ചില നിയമങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം. നേരത്തെ സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും നിയമങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത മാതിരി തന്നെ സുക്കൂനുള്ള മീമിന്റെ ഹുക്കുമുകളെ സംബന്ധിച്ചാണ് ഇനി സംസാരിക്കുന്നത്. സാക്കിനത്തായുള്ള മീമിൻ പിന്നിൽ ഉണ്ടല്ലോ 3 വിധികളതിൽ ഇദ്ഗാം ചെയ്തിടണം മീമിനെ മാത്രമേ ഹർക്കത്തായുള്ളൊരു മീമിന്റെ മുന്നിലായി. സാക്കിനത്തായുള്ള മീമിൻ പിന്നിൽ ഉണ്ടല്ലോ 3 വിധികളതിൽ ഇദ്ഗാം ചെയ്തിടണം മീമിനെ മാത്രമേ ഹർക്കത്തായുള്ളൊരു മീമിന്റെ മുന്നിലായി. ബായെന്നക്ഷരത്തിൻ മുന്നിൽ മീമു സാക്കീനത്ത് വന്നാൽ ഇഖ്ഫായി ഗുന്നത്തായി അവിടം ഓതിടണം ഭംഗിയായി. ബായെന്നക്ഷരത്തിൻ മുന്നിൽ മീമു സാക്കീനത്ത് വന്നാൽ ഇഖ്ഫായി ഗുന്നത്തായി അവിടം ഓതിടണം ഭംഗിയായി. മീമും ബാവും ഒഴികെയുള്ള ഹർഫുകൾ വന്നാൽ ഇൽഹാർ ചെയ്യണം മീമിന്റെ പിന്നിലായി അവകൾ വന്നെത്തുമ്പോൾ. സാക്കിനത്തായുള്ള മീമിൻ പിന്നിൽ ഉണ്ടല്ലോ 3 വിധികളതിൽ ഇദ്ഗാം ചെയ്തിടണം മീമിനെ മാത്രമേ ഹർക്കത്തായുള്ളൊരു മീമിന്റെ മുന്നിലായി. അപ്പോൾ സുക്കൂനുള്ള മീമിന്റെ ഹുക്കുമുകൾ 3 എണ്ണമാകുന്നു. ഒന്ന് അൽ ഇദ്ഹാർ, അൽ ഇദ്ഗാം, അൽ ഇഖ്ഫാ. ഈ 3 പദവും നമുക്ക് മുമ്പേ പരിചയമുള്ള പദങ്ങളാണ്. ഇവിടെ സുക്കൂനുള്ള മീമിന്റെ തൊട്ട് പിന്നിൽ മറ്റൊരു മീമ് വന്നാൽ, അതായത് മ പ്ലസ് മ ഈസിക്കൽ ടു മ, ഇരട്ടിപ്പിച്ച് പറയണം, ഇദ്ഗാം ചെയ്യണം എന്നാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മറ്റൊരു മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം എന്നാണ്. നോക്കൂ, ഫീ ഖുലൂബിഹിം പ്ലസ് മറദ് സമം ഫീ ഖുലൂബിഹിം മറദ്. അതുപോലെ ജാഅകും മിൻ, ഇവിടെ 2 മീം അടുത്തടുത്ത് വന്നിരിക്കുന്നു. ഒന്നാമത്തേതിന് സുക്കൂനി, രണ്ടാമത്തേതിന് ഹർക്കത്തുണ്ട്. ജാഅകും മിൻ അസ്വാജഹും മിസ്ല, ഇവിടെയും 2 മീം അടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം മറ്റൊരു മീം വന്നാൽ ഇവിടെ ഇദ്ഗാം ചെയ്യണം. ഇതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണമെന്നാണ്. ഈ പദവും നമുക്ക് മുമ്പേ പരിചയമുള്ളതാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ഹും ബാരിസൂന, ഹും ബാരിസൂന എന്നുള്ളിടത്ത് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു. ഇവിടെയും ഇഖ്ഫാ ചെയ്യണം. ഹും ബാരിസൂന എന്ന് വെച്ചാൽ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. കൽബുഹും ബാസിത്തുൻ, ഇവിടെ കൽബുഹും ബാസിത്തുൻ, കൽബുഹും ബാസിത്തുൻ, മീമിനെ ഇഖ്ഫാ ചെയ്യണം. ഇനി സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവുമല്ലാത്ത മറ്റ് 26 അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്യണം. സുക്കൂനുള്ള മീമിന് ശേഷം മീമോ ബാവുമല്ലാത്ത മറ്റ് 26 അക്ഷരങ്ങൾ വന്നാലും മീമിനെ വ്യക്തമാക്കണം, ഇൽഹാർ ചെയ്യണം. നോക്കൂ, അം അമിൻതും, ഹംസന്റെ മുമ്പ് മീം വന്നു. യം തറൂൻ, താവിന് ശേഷം മീം വന്നു. യം തറൂൻ ഫീ ദാരിക്കും സലാസ, അം ഖലഖു,
അല്ലഹും ജന്നാത്തിൻ അം ഹസിബുത്തും അൽഹംദുലില്ലാ എന്നെല്ലാം പറയുന്ന പോലെ ഈ അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള മീം വന്നാൽ മീമിനെ വ്യക്തമാക്കി പറയണം എന്നാണ് നിയമം.